എന്ത് ദുരന്തം ഉണ്ടാകുമ്പോഴും ഒരു മനുഷ്യർക്ക് കഴിയുന്ന കാര്യങ്ങൾ അത് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഓരോ മനുഷ്യനും ചെയ്യേണ്ട കാര്യം. അത് ചിലപ്പോൾ സമ്പത്തായിട്ട് കൊടുക്കാൻ പറ്റുന്നവരെ അങ്ങനെ കൊടുക്കുക, അതല്ലെങ്കിൽ സർവീസായിട്ട് കൊടുക്കാൻ പറ്റുന്നവരെ അങ്ങനെയെങ്കിലും കൊടുക്കണം. നമ്മൾ ഇടപെടേണ്ട ഏറ്റവും അനുയോജ്യമായ ടൈം ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടവര്, ഉറ്റവരെയും ഉടവരെയും നഷ്ടപ്പെട്ടവര്, പല അവയവങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നാണ് പറക്കിയെടുക്കുന്നതൊക്കെ നമ്മളിങ്ങനെ ന്യൂസുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മളെ രീതിയിൽ നമ്മൾ എന്തൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അത് ചെയ്യേണ്ട അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മളുടെ ടാലന്റ് എന്ന് പറയുന്നത് സത്യത്തിൽ ജീവൻ രക്ഷിക്കുന്നതിൽ എക്സ്പെർട്ട് അല്ല, അല്ലെങ്കിൽ നീന്തിയിട്ട് ബോഡി പാർട്സുകൾ പറത്തിക്കൊണ്ടിരുന്നതിൽ ട്രെയിനിങ് നേടിയ സംഘം ടാലന്റിനില്ല. അപ്പൊ ടാലന്റിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. അപ്പൊ അവരുടെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആ പഴയ രീതിയിലേക്ക് മാറുമ്പോൾ അവർക്ക് സ്കൂളുകളൊക്കെ നഷ്ടപ്പെട്ട് ക്ലാസ്സുകളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ട നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ബേസ് ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് അസസ്മെന്റ് ടെസ്റ്റ് നടത്തി നമ്മുടെ സിസ്റ്റം എങ്ങനെയാണോ നമ്മൾ ഫീസ് വാങ്ങിച്ചിട്ട് കൊടുക്കണേ അതേപോലെ നമുക്ക് നല്ല രീതിയിൽ അവർക്ക് കെയറിങ് നമുക്ക് കൊടുക്കാൻ പറ്റും. തികച്ചും സൗജന്യമായിട്ട് തന്നെ നമുക്ക് അത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളുടെ ഒരു ബാധ്യതയാണ് ശരിക്കും പറയുകയാണെങ്കിൽ അത്തരം കുട്ടികളെ വാർത്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ ശരിക്കും അവരത് അർഹിക്കുന്നുണ്ട്. ബാധ്യത എന്നുള്ളതിലുപരി അവരുടെ ഒരു റൈറ്റ് ആണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.